ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളെയും ഡിജിറ്റൽ ലോകത്തെ നയരൂപീകരണങ്ങളെയും ഒരേപോലെ സ്വാധീനിക്കുന്ന ഒരു സുപ്രധാന വാർത്തയാണിപ്പോൾ രാജ്യ തലസ്ഥാനത്തു നിന്നും പുറത്തു വരുന്നത്. ഫോൺ നമ്പറുകൾ കൈമാറാതെ തന്നെ പരസ്പരം ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന വാട്സപ്പിന്റെ പുതിയ യൂസർ ID ഫീച്ചർ ഇന്ത്യയുമായി അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ മെറ്റയ്ക്ക് ഔദ്യോഗിക നോട്ടീസ് അയച്ചിരിക്കുകയാണ്. സുരക്ഷാ മുൻകരുതലുകൾ മുൻനിർത്തി ഈ സാങ്കേതിക ഫീച്ചറിനെ കുറിച്ച് അടുത്ത 3 ദിവസത്തിനകം വിശദമായ വിശദീകരണം നൽകാനാണ് കേന്ദ്ര IT മന്ത്രാലയം നിലവിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ നയപരമായ തീരുമാനത്തിന്റെ പശ്ചാത്തലവും അതിന്റെ സാങ്കേതിക ഘടനയും പരിശോധിക്കുമ്പോൾ ഉപഭോക്താക്കളുടെ വ്യക്തിഗത സ്വകാര്യതയും രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയും തമ്മിലുള്ള വ്യക്തമായ സന്തുലനമാണ് ഇവിടെ ചർച്ചയാകുന്നത്. 2026 ജൂൺ 29-നാണ് ഈ യൂസർ ID ഫീച്ചർ ആദ്യമായി വാട്സ്ആപ്പ് ആഗോളതലത്തിൽ അവതരിപ്പിക്കുന്നത്. ഫോൺ നമ്പർ വെളിപ്പെടുത്താതെ ഒരു പ്രത്യേക യൂസർ നെയിം മാത്രം ഉപയോഗിച്ച് ചാറ്റ് ചെയ്യാമെന്നത് വ്യക്തിഗത സ്വകാര്യതയ്ക്ക് വലിയൊരു നേട്ടമായി മെറ്റ ഉയർത്തിക്കാട്ടുമ്പോഴും ഇന്ത്യൻ ഭരണകൂടം ഇതിനെ കാണുന്നത് അതീവ ഗൗരവമേറിയ മറ്റൊരു സുരക്ഷാ കോണിലൂടെയാണ്. കേന്ദ്ര IT മന്ത്രാലയവും സുരക്ഷാ ഏജൻസികളും ഈ പുതിയ മാറ്റത്തെ ആശങ്കയോടെ നോക്കിക്കാണുന്നതിന് പിന്നിൽ കൃത്യമായ ചില ഭരണപരമായ കാരണങ്ങളുണ്ട്. ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം ഫോൺ നമ്പറുകളുടെ പശ്ചാത്തലമില്ലാതെ നിർമ്മിക്കപ്പെടുന്ന ഇത്തരം യൂസർ IDകൾ രാജ്യത്ത് ഓൺലൈൻ തട്ടിപ്പുകൾ അതിവേഗം വർദ്ധിക്കാൻ കാരണമായേക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് സമീപകാലത്ത് ഇന്ത്യയിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ അറസ്റ്റ് പോലെയുള്ള അത്യാധുനിക സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഈ അജ്ഞാത ഐഡന്റിറ്റികൾ കൂടുതൽ കരുത്തു പകരുമെന്ന് സർക്കാർ അഭയപ്പെടുന്നു. ഇതിനൊപ്പമാണ് ആൾമാറാട്ടത്തിനുള്ള വലിയ സാധ്യതകളെ കുറിച്ചുമുള്ള മുന്നറിയിപ്പും കേന്ദ്ര സർക്കാർ മെറ്റയ്ക്ക് നൽകിയ നോട്ടീസിൽ വ്യക്തമാക്കുന്നത്. ഒരു വ്യക്തിയുടെയോ പ്രമുഖ സ്ഥാപനങ്ങളുടെയോ അല്ലെങ്കിൽ വിവിധ സർക്കാർ സംവിധാനങ്ങളുടെയോ പേരിൽ വ്യാജ യൂസർ IDകൾ നിർമ്മിച്ച് ജനങ്ങളെ വഞ്ചിക്കാൻ ഈ ഫീച്ചർ ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാം. സാധാരണയായി ഒരു ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടക്കുന്ന സൈബർ അന്വേഷണങ്ങളെയും കുറ്റവാളികളെ കണ്ടെത്താനുള്ള ട്രാക്കിംഗ് പ്രക്രിയകളെയും ഇത്തരം അജ്ഞാത യൂസർ നാമങ്ങൾ പൂർണ്ണമായും നിഷ്പ്രഭമാക്കുന്ന ആശങ്കയും നിയമപാലകർക്കുണ്ട്. ഭരണനിർവഹണ തലത്തിലും സാമൂഹിക സാമ്പത്തിക തലത്തിലും ഈ തീരുമാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇന്ത്യയിൽ ഇന്ന് 500 മില്യണിലധികം ഉപഭോക്താക്കൾ വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾ ഇന്ന് ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകൾക്കും ഔദ്യോഗിക ആശയവിനിമയങ്ങൾക്കും വരെ വലിയ തോതിൽ ഈ പ്ലാറ്റ്ഫോമിനെ ആശ്രയിക്കുന്ന സാഹചര്യമാണുള്ളത്. അത്തരമൊരു വിപുലമായ ഡിജിറ്റൽ ആവാസ വ്യവസ്ഥയിലേക്ക് കൃത്യമായ സുരക്ഷ ഓഡിറ്റിംഗോ ട്രസ്റ്റബിലിറ്റിയോ ഇല്ലാത്ത ഫീച്ചറുകൾ കടത്തിവിടുന്നത് രാജ്യത്തെ സാമ്പത്തിക സുരക്ഷിതത്വത്തെയും പൗരന്മാരുടെ സമാധാന ജീവിതത്തെയും നേരിട്ട് ബാധിക്കുമെന്ന നയപരമായ നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. ഡിജിറ്റൽ സാക്ഷരത പൂർണ്ണതോതിൽ കൈവരിച്ചിട്ടില്ലാത്ത ഗ്രാമീണ മേഖലകളെ ഉപഭോക്താക്കളെയാണ് ഇത്തരം സാങ്കേതിക മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ അപകടത്തിലാക്കാൻ സാധ്യതയുള്ളത്. വ്യാജ അക്കൗണ്ടുകളിൽ നിന്നും യൂസർ IDകളിൽ നിന്നും വരുന്ന സന്ദേശങ്ങളുടെ സത്യാവസ്ഥ തിരിച്ചറിയാൻ സാധിക്കാതെ സാധാരണക്കാർ തട്ടിപ്പുകളിൽ വീണു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ സാങ്കേതിക വിദ്യ വിപണിയിൽ ഇറക്കുന്നതിന് മുൻപ് അതിലെ സാമൂഹിക ആഘാതവും സുരക്ഷാ ഭീഷണികളും കൃത്യമായി വിലയിരുത്തേണ്ടത് ഒരു ക്ഷേമ രാഷ്ട്രീയത്തിന്റെ ഭരണപരമായ ഉത്തരവാദിത്തമായി മാറുന്നു. ഇന്ത്യയിലെ നിലവിലുള്ള IT നിയമങ്ങളും ഡാറ്റ പ്രൊട്ടക്ഷൻ മാനദണ്ഡങ്ങളും അനുസരിച്ച് രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏതൊരു ആഗോള ടെക് കമ്പനിയും ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്കും പൗരസുരക്ഷയ്ക്കും വിധേയമായിരിക്കണം. ടെക് ഭീമന്മാരുടെ ആഗോള ഫീച്ചർ റോളൗട്ടുകളും പരമാധികാര രാജ്യങ്ങളുടെ ആഭ്യന്തര സുരക്ഷാ നിർദ്ദേശങ്ങളും തമ്മിലുള്ള ഈ സംഘർഷം ഇതാദ്യമായല്ല ഇന്ത്യയിൽ സംഭവിക്കുന്നത്. ഇതിനു മുൻപ് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരും മെറ്റയും തമ്മിൽ നിരവധി നിയമപരമായ തർക്കങ്ങൾ നിലനിന്നിട്ടുണ്ട്. കേവലം ഒരു വിനോദോപാധി എന്നതിനപ്പുറം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ മേൽനോട്ടത്തിൽ സ്ഥാപനപരമായ ഉത്തരവാദിത്വം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ നോട്ടീസിലൂടെ വീണ്ടും തെളിയുന്നത്. ഒരു ജനപ്രിയ ആപ്ലിക്കേഷന്റെ പുതിയ ഫീച്ചറിനെ കേവലം ഉപഭോക്തൃ സ്വതന്ത്രമായി മാത്രം കാണാതെ അതിന് പിന്നിലെ വിപണി താല്പര്യങ്ങളും സുരക്ഷാ വീഴ്ചകളും കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടണം. ഇത്തരം കർശനമായ ഭരണപരമായ ഇടപെടലുകൾ മാത്രമേ വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ തങ്ങളുടെ ഉപഭോക്താക്കളുടെ സുരക്ഷയോട് കൂടുതൽ പ്രതിബദ്ധതയുള്ളവരാക്കി മാറ്റത്തുള്ളൂ. സാങ്കേതിക വിദ്യയുടെ അതിവേഗത്തിലുള്ള വളർച്ചയ്ക്കും ഒപ്പം പൗരന്മാരുടെ സുരക്ഷിതത്വവും എങ്ങനെ ഒരേ നൂലിൽ കോർത്തുകൊണ്ടുപോകാം എന്ന വലിയൊരു ജനാധിപത്യ ചോദ്യമാണ് ഈ വിഷയം നമ്മുടെ മുന്നിൽ അവശേഷിപ്പിക്കുന്നത്. വികസനവും നവീകരണവും പ്രോത്സാഹിക്കപ്പെടുമ്പോൾ തന്നെ അത് രാജ്യത്തിന്റെ സൈബർ സുരക്ഷാ കവചങ്ങളെ തകർക്കുന്ന രീതിയിലാകരുത് എന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ശക്തമായൊരു മുന്നറിയിപ്പാണ്. വരും ദിവസങ്ങളിൽ മെറ്റ് നൽകുന്ന മറുപടിയും അതിന്മേൽ കേന്ദ്ര IT മന്ത്രാലയം സ്വീകരിക്കുന്ന തുടർ നടപടികളും രാജ്യത്തെ ഡിജിറ്റൽ നിയമനിർമ്മാണ രംഗത്ത് വലിയൊരു നാഴികക്കല്ലാകുമെന്നതിൽ സംശയമില്ല. നമ്മുടെ ഡിജിറ്റൽ ജീവിതത്തെയും സാമ്പത്തിക സുരക്ഷിതത്വത്തെയും നേരിട്ട് ബാധിക്കുന്ന ഇത്തരം വലിയ നയപരമായ തീരുമാനങ്ങളെ കുറിച്ച് ഓരോ ജനാധിപത്യ പൗരനും കൃത്യമായി ധാരണയുണ്ടായിരിക്കണം. സുരക്ഷ മുൻനിർത്തി വാട്സപ്പിന്റെ പുതിയ യൂസർ ID ഫീച്ചറിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഈ കർശന നിലപാടിനെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിങ്ങളുടെ വിലയേറിയ ആശയങ്ങളും രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷണങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം കൂടുതൽ ആഴത്തിലുള്ള ഇത്തരം നയപരമായ വിശകലനങ്ങൾക്കായി ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പങ്കുവെക്കുകയും ചെയ്യുക.